Yo, what's up guys? This is Milan and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു അടിപൊളി സോഫ്റ്റ്വെയർ. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എറർ ഉള്ള ഫയൽസുകൾ, നമുക്ക് എറർ ഉള്ള വീഡിയോ ഫയൽസുകൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് റിക്കവർ ചെയ്യാം അല്ലെങ്കിൽ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളുടെയൊക്കെ മാതാപിതാക്കളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനത്തെ ഉള്ള സ്പെഷ്യൽ മൊമെൻറ്റിന് വേണ്ടി നമ്മൾ ചില വീഡിയോസൊക്കെ നമ്മൾ തന്നെ സ്വയമേ ക്രിയേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊക്കെ സി ഡിയിലേക്കായിരിക്കും റൈറ്റ് ചെയ്തേക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ സി ഡിയിൽ നിന്ന് റൈറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന വീഡിയോ ഫയൽസിനൊക്കെ എറർ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പം മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ കാണുന്നതാണ്, ചിലപ്പം വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നപ്പം പച്ച കളർ വരുന്നു, ഫുൾ ഗ്രെയിൻസ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ പിക്സലൈസേഷൻ വരുന്നു, അല്ലെങ്കിൽ വീഡിയോ സ്റ്റക്കായിട്ട് നിൽക്കുക, ഓഡിയോ മാത്രം പ്ലേ ആകുന്നുള്ളൂ. ഇങ്ങനത്തെ ഒക്കെ പല എററുകൾ, ബഗ്ഗുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മുടെ സോഫ്റ്റ്വെയർ റിക്കവറിറ്റ് വീഡിയോ റിപ്പയറിംഗ് സോഫ്റ്റ്വെയർ. ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് ഏത് എററായിട്ടുള്ള ഫയൽസും ഒരു പ്രയാസവും കൂടാതെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ലൈറ്റ് വേർഷൻ അല്ലെ ട്രയൽ വേർഷൻ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തുകൊണ്ട് അവിടെ പോയി ബൈ ചെയ്യാവുന്നതാണ്. സോ വിതൗട്ട് എനി ഫർദർ യു, ലെറ്റ്സ് റോൾ ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എറർ വീഡിയോസ്, ഞാൻ ഇവിടെ കുറച്ച് എറർ വീഡിയോസ് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇതാണ് എറർ വീഡിയോസ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയറിയാം MP4 ഫോർമാറ്റ് തന്നെയാണ്. പക്ഷേ ഇത് പ്ലേ ചെയ്യാൻ നോക്കുമ്പോൾ ഇപ്പം VLCയോ അല്ലെങ്കിൽ ക്വിക്ക് ടൈംസോ വെച്ച് പ്ലേ ചെയ്യാൻ നോക്കുമ്പോൾ ഇത് പ്ലേ ആകത്തില്ല. വീഡിയോ ഫോർമാറ്റാണ്, പക്ഷേ ഇത് വീഡിയോ കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എററായിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണും ഇങ്ങനത്തെ ധാരാളം വീഡിയോസ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഇഷ്യൂസ് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. റിക്കവറിറ്റ് വീഡിയോ റിപ്പയർ എന്നാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരെന്ന് പറയുന്നത്. ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള UI ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു കോംപ്ലക്സിറ്റി ഇല്ല, വളരെ സിമ്പിളായിട്ട് സ്മൂത്തായിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ സഫാരിയോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമോ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം റിക്കവറിറ്റ് വീഡിയോ റിപ്പയർ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കുറച്ച് സജഷൻസ് വരും. അതിൽ നമുക്കിവിടെ കാണാം recoverit.wondershare.com എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടർഷെയറിൻ്റെ സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു റിപ്പയറിംഗ് ടൂൾ എന്ന് പറയുന്നത്, വീഡിയോ റിപ്പയറിംഗ് ടൂൾ എന്ന് പറയുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഈ ഒരു പേജിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യും. ഇതാണ് സോഫ്റ്റ്വെയർ വണ്ടർഷെയർ വീഡിയോ റിപ്പയറിംഗ് ടൂള്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയറിയാം ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് മാക്കിന് മാത്രമല്ല വിൻഡോസിനും അവൈലബിൾ ആണ്. അവിടെ വിൻഡോസിന് ഐക്കൺ കൊടുക്കുന്നുണ്ട്. അതുപോലെ 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായിരിക്കും, 32 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യത്തില്ല. വിൻഡോസ് ആണെങ്കിൽ 64 ബിറ്റ് OS തന്നെ വേണം ഇത് വർക്കാൻ. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം കുറേ മാനുഫാക്ചേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാനുഫാക്ചേഴ്സിൻ്റെ എല്ലാ ഫയൽ ഫോർമാറ്റുകളും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പം സോണിയുടെ ആയാലും ആപ്പിളിൻ്റെ ആയാലും സാംസങ്ങിൻ്റെ ആയാലും വാവയുടെ ആയാലും കനോണിൻ്റെ, ഫ്യൂജിഫിലും നമുക്കിവിടെ കാണാം വളരെ പോപ്പുലർ ആയിട്ടുള്ള മിക്ക ബ്രാൻഡുകളുടെയും പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫയൽ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു മാനുഫാക്ചേഴ്സിൻ്റെ ഒക്കെ വീഡിയോ ഫുട്ടേജ് നമുക്ക് ഇതിൽ റിപ്പയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ഫയൽസ് ഇവിടെ റിപ്പയർ ചെയ്യാൻ പറ്റും. .mov, MP4, M4V, 3G2, 3GP വീഡിയോസ്. അതൊക്കെ നമുക്കറിയാം. 3GP വീഡിയോസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചെറിയ ഫോണിലൊക്കെ, അതായത് ഈ ചെറിയ കീപാഡുള്ള ഫോണിലൊക്കെ കാണുന്നതാണ് 3GP വീഡിയോസ്. 360p വീഡിയോ ഫോർമാറ്റിനേക്കാളും ചെറിയ സൈസാണ് 3GP വീഡിയോസൊക്കെ. അതേപോലെ WMV, ASF, അത് ആപ്പിളിൻ്റെ ഒക്കെ ഫോർമാറ്റാണ്. FLV, ഈ ഒരു ഫോർമാറ്റിലുള്ള എല്ലാ ഫയൽസും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ മാക്കിലും ഈ ഒരു സെയിം ഫോർമാറ്റ് തന്നെയാണ്, AVF ഫോർമാറ്റൊക്കെ. അതേപോലെ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം GoPro, DJയുടെ ഡ്രോണുകൾ. അപ്പോൾ ഇതൊക്കെ ചിലപ്പം അപകടത്തിൽ അല്ലെ ആക്സിഡൻറ്റ് പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെയൊക്കെ ഡേറ്റാസ് റിക്കവർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫുട്ടേജ് എററൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഫുട്ടേജൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ പ്രിവ്യൂ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ആ എററായ വീഡിയോ ഡാമേജ് റിക്കവർ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഫുട്ടേജ് നമുക്ക് പ്രിവ്യൂ ചെയ്ത് കാണാൻ സാധിക്കും. അത് എത്ര മിനിറ്റുള്ളതാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കിയാലും ഇത്ര ഫയൽ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, അതായത് ഫയൽ സൈസ് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. എത്ര GB സൈസുള്ള ഫയൽസ് ആണെങ്കിലും നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. അതേപോലെ ഇവിടെ 4K റെസൊല്യൂഷനിൽ റിപ്പയർ ചെയ്ത് ഫുൾ HD റെസൊല്യൂഷനിലൊക്കെ നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ പഴയ CD നമ്മൾ റിക്കവർ ചെയ്തെടുക്കും, അതിനകത്ത് ഡേറ്റ റിക്കവർ ചെയ്തെടുക്കും. മോസ്റ്റ് പ്രോബ്ലി സംഭവിക്കുന്ന കാര്യമാണ് ഫുട്ടേജൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ എറർ വരാം അല്ലെങ്കിൽ റീഡാകാതെ വരുന്നത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് അങ്ങനത്തെ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത്. പിന്നെ താഴേക്ക് നോക്കുമ്പം എങ്ങനെ ക്വിക്കായിട്ടും അഡ്വാൻസ് ആയിട്ടും റിപ്പയർ ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ മോർ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അതിൽ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സൊക്കെ കാണിച്ചു തരും. അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനത്തെ തരത്തിലുള്ള കേസസിൽ അല്ലെങ്കിൽ കോഴ്സ് കൊണ്ടുണ്ടാകുന്ന വീഡിയോ എററൊക്കെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പവർ ഓഫ് ആയി പോവുക, ഡ്രോണുകൾ പവർ ഓഫ് ആയി പോവുക, അല്ലെങ്കിൽ മെമ്മറി ഫുള്ളാവുക, അല്ലെങ്കിൽ അൺറീഡബിൾ SD കാർഡ്. ചില SD കാർഡൊക്കെ നമ്മൾ ക്യാമറയിൽ ഇടുന്ന സമയത്ത് അൺറീഡബിൾ എന്ന് കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനകത്തുള്ള ഡേറ്റാസ്, അതായത് വീഡിയോ ഡേറ്റാസ് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഡാഷ് ക്യാം, കാറിൻ്റെ ഒക്കെ ഡാഷ് ക്യാമിൽ ചിലപ്പം വണ്ടി അപകടത്തിൽ പെടുവാണെങ്കിൽ അങ്ങനെ വരുന്ന ഫൂട്ടേജുകളൊക്കെ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്. ഇതാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ഫ്രീ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ആ ബട്ടണിൽ കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവും. അപ്പം ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ UI വളരെ സിമ്പിളായിട്ടുള്ള ആണ്. മേളിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് ഏതൊക്കെ സ്റ്റെപ്പുകൾ, 3 സ്റ്റെപ്പുകളാണ് നമുക്ക് റിപ്പയർ ചെയ്യാനും സേവ് ചെയ്യാനുള്ളത്. അപ്പം 2 രീതിയിൽ നമുക്ക് ഇതിലേക്ക് ഫുട്ടേജുകൾ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഒന്നെങ്കിൽ ഇവിടെ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് എവിടെയാണോ ആ ഫുട്ടേജ് കിടക്കുന്നത് അത് തപ്പിയെടുത്ത് ഇതിലേക്ക് സേവ് ചെയ്യും, അല്ലെങ്കിൽ ഓപ്പൺ കൊടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഓട്ടോമാറ്റിക്കലി സേവ് ആവും. അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഫുട്ടേജുകൾ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇട്ടാൽ മതി, ഓട്ടോമാറ്റിക്കലി സേവ് ആക്കും. ഇനി നമ്മൾ റിപ്പയർ എന്ന് തന്നെ വേറെ ഒരു പരിപാടിയില്ല, ജസ്റ്റ് റിപ്പയർ എന്ന് പറഞ്ഞാൽ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ തന്നെ സക്സസ്ഫുള്ളി റിപ്പയർ ആയി. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ പ്രിവ്യൂ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മൾ മുമ്പേ പ്ലേ ചെയ്ത വീഡിയോ. നമ്മൾ മുമ്പേ കണ്ടായിരുന്നു VLCയിലൊന്നും ഇതൊന്നും വർക്കാകുന്ന പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ആ റിപ്പയറിംഗ് ടൂൾ ഉപയോഗിച്ച് ചെയ്തപ്പം ഇത് വർക്കായി, ഇത് റിപ്പയറായി. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ഫൂട്ടേജ് എന്താണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീഡിയോ റിപ്പയർ ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇതൊന്ന് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡിഫറെൻറ്റ് പ്ലാനുകളുണ്ട്. അപ്പോൾ നമുക്ക് ബൈ നൗ കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ബൈ ചെയ്യാനാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടണും എനേബിൾ ചെയ്യുക. സോ വൺസ് അഗെയിൻ, ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.